പിന്നെ ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഉപയോഗിച്ച ആത്മാഭിമാനം എന്നുള്ളൊരു പദത്തെക്കുറിച്ചാണ്. എന്താണ് ആത്മാഭിമാനം എന്നുള്ളത് സന്ദീപ് വാര്യർക്ക് അറിയില്ല എന്നുള്ളത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഞാൻ 30 വർഷമായി കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ചേർന്നിട്ട്, കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ചേർന്നത് ഈ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയവും ഇന്ത്യ എന്ന ആശയവും മതേതരത്വവും ഞാൻ കണ്ടതുകൊണ്ടാണ്. ആ 30 വർഷം ഞാൻ എൻ്റെ കൃത്യമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആ രാഷ്ട്രീയ ബോധ്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. എനിക്ക് MLA സ്ഥാനമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോഴും നാളെ BJP എനിക്കൊരു MLA സ്ഥാനം തരാം എന്നല്ല, ടിക്കറ്റ് തരാം എന്ന് പറഞ്ഞാൽ അത് വേണ്ട. എൻ്റെ രാഷ്ട്രീയ ബോധ്യവും എൻ്റെ ഈ പാർട്ടിയോടുള്ള വിധേയത്വവും എൻ്റെ ഈ പാർട്ടിയോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമാണ് എൻ്റെ ആത്മാഭിമാനം. അത് കളഞ്ഞ് ഞാൻ എന്നും എതിർത്തിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആശയത്തോടും ചേരാൻ എനിക്ക് സാധിക്കില്ല എന്നും പറയുന്നതാണ് ആത്മാഭിമാനം.